നമസ്കാരം. സ്ത്രീകളുടെ ജീവിതത്തിലെ പ്രധാന കാലഘട്ടമാണ് ഗർഭാവസ്ഥ. നമുക്കറിയാം, ശാരീരികവും മാനസികമായും ഒക്കെ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണിത്. ഈ കാലഘട്ടത്തിൽ ജീവിത രീതികളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ഭക്ഷണ കാര്യങ്ങളിൽ. ഗർഭിണികൾ കഴിക്കരുതെന്ന് സ്ഥിരമായി കേൾക്കുന്നതാണ് ഈ പപ്പായ, പൈനാപ്പിളൊക്കെ. പല ഭക്ഷണങ്ങളും പോഷകഗുണം ഉണ്ടെങ്കിലും ഗർഭകാലത്ത് അവയൊക്കെ കഴിക്കുന്നത് നല്ലതല്ല. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഈ മെർക്കുറി അടങ്ങിയ മത്സ്യങ്ങൾ, അതായത് സ്രാവ്, ട്യൂണ, ചൂര, തെരണ്ടി, ഇവയൊക്കെ മാസത്തിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ കഴിക്കരുത്. എന്നാൽ കുഞ്ഞിന് ഏറ്റവും ആവശ്യമുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മറ്റു മത്സ്യങ്ങൾ ധാരാളം കഴിക്കുകയും ചെയ്യണം. രണ്ടാമതായിട്ട് കഫീനാണ്. അതായത് കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയിലൊക്കെ ധാരാളം കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്ലാസന്റയിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടുകയും ഭ്രൂണ വളർച്ച കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ കുഞ്ഞിന് തൂക്കക്കുറവും വരാം. ഇനി അടുത്തതായിട്ട് ജങ്ക് ഫുഡ്സ് ആണ്. ഇതിൽ മൈദ, പ്രിസർവേറ്റീവ്സ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഇവയും ഒഴിവാക്കുക. അടുത്തതായിട്ട് ഈ പച്ച മുട്ടയാണ്. ഇതിൽ സാൽമണല്ല ബാക്ടീരിയ കാണാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴിച്ചാൽ വയറുവേദന, ഛർദി, ഓക്കാനം, പനി ഒക്കെ അണുബാധയുടെ ഭാഗമായിട്ട് വരാം. അതുകൊണ്ട് ഇത് ചേരുന്ന ഐസ്ക്രീം, മയണൈസ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ മുളപ്പിച്ച വേവിക്കാത്ത പയറുവർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ന്യൂട്രീഷ്യസ് ആണെങ്കിലും അതിലും ഈ സാൽമണല്ല ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ വിത്തിനുള്ളിൽ കഴിയുന്നതിനാൽ കഴുകിയാലും ഈ ബാക്ടീരിയ പോവില്ല. വേവിച്ചാൽ മാത്രമേ ബാക്ടീരിയ നശിക്കത്തുള്ളൂ. അതിനാൽ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ വേവിച്ച ശേഷം മാത്രം ഗർഭിണികൾ കഴിക്കുക. അടുത്തതായിട്ട് ഈ പഴങ്ങളും സാലഡ്സും ഒക്കെ മുറിച്ച് വെച്ചിട്ട് പാക്കറ്റിലൊക്കെ കിട്ടുന്നത് ഒഴിവാക്കുക. ഇവ കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനായിട്ട് കൃത്രിമമായ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിരിക്കും. ഇതും അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതല്ല. അടുത്തതായിട്ട് നമുക്കറിയാം ആൽക്കഹോളാണ്. ഗർഭിണികൾ ഒരിക്കലും ആൽക്കഹോൾ അടങ്ങിയ മറ്റ് ഡ്രിങ്ക്സ് ഒന്നും ഉപയോഗിക്കരുത്. കുറഞ്ഞ അളവിലുള്ള ആൽക്കഹോൾ ഉപയോഗം പോലും കുഞ്ഞിൻ്റെ തലച്ചോർ വികാസത്തെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ. അതുകൊണ്ട് ഇവയൊക്കെ ഗർഭകാലത്ത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക.